എല്ലാവർക്കും നമസ്കാരം. RCM ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. എന്റെ പേര് യമുന. RCM പുതിയ പോർട്ടലിൽ RCM KYC ഫോം എങ്ങനെ പൂരിപ്പിക്കാമെന്നും KYC പ്രക്രിയയിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയെന്നും നമുക്ക് മനസ്സിലാക്കാം. പഴയ പോർട്ടലിൽ നിന്ന് നമുക്ക് തുടങ്ങാം. പഴയ പോർട്ടലിൽ ആദ്യം നിങ്ങളുടെ സംസ്ഥാനം തിരഞ്ഞെടുത്താൽ മുഴുവൻ വിവരങ്ങളും ഒരുമിച്ച് പൂരിപ്പിക്കണമായിരുന്നു. എന്നാൽ ഇപ്പോൾ പുതിയ പോർട്ടലിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യണം. ലളിതവും എളുപ്പവുമായ 5 ഘട്ടങ്ങളിലൂടെയാണ് ഈ ഫോം പൂരിപ്പിക്കേണ്ടത്. നിങ്ങൾ പൂരിപ്പിക്കുന്ന ഏത് വിവരവും ഘട്ടം ഘട്ടമായി സേവ് ചെയ്യപ്പെടും. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ എല്ലാ രേഖകളും അതിന്റെ വിശദാംശങ്ങളോ ഇല്ലെങ്കിലും നിങ്ങൾ മുൻപ് ചെയ്ത് വിവരങ്ങൾ സേവ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് പിന്നീട് തിരികെ വന്ന് ബാക്കിയുള്ള വിവരങ്ങൾ നിങ്ങൾ നിർത്തിയിടത്തു നിന്ന് തുടരാം. ആദ്യം നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകുമ്പോൾ നിങ്ങൾക്കൊരു OTP ലഭിക്കുന്നതാണ്. അത് നൽകി സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വരുന്നത് മുൻപ് നിങ്ങൾ ചെയ്തതുപോലെ തന്നെ എല്ലാ വിവരങ്ങളും പൂരിപ്പിച്ചാൽ മാത്രമേ സേവ് ആകുകയുള്ളൂ. എന്നാൽ ഇപ്പോൾ അത് 5 ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്നു. അതുവഴി ഓരോ ഘട്ടത്തിനും ശേഷം നിങ്ങളുടെ രേഖകൾ സേവ് ചെയ്യപ്പെടും. ആദ്യ ഘട്ടത്തിൽ സ്പോൺസർ നമ്പർ പോലുള്ള നിങ്ങളുടെ സ്വകാര്യ വിശദാംശങ്ങൾ പൂരിപ്പിക്കണം. പ്രപ്പോസൽ നമ്പർ, പേര്, ടൈറ്റിൽ, അപേക്ഷകരുടെ പേര്, അപേക്ഷകരുടെ ഫോട്ടോ, ലിംഗഭേദം അതായത് നിങ്ങളുടെ ജെൻഡർ, വിവാഹിതനാണോ വിവാഹിതയാണോ, പിതാവിന്റെ പേര്, അപേക്ഷകന്റെ ജനന തീയതി, തൊഴിൽ എന്നിവ പൂരിപ്പിക്കുക. അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റിൽ ക്ലിക്കു ചെയ്യുക. രണ്ടാമത്തെ ഘട്ടം കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ വിലാസം, ബന്ധപ്പെടാനുള്ള വിവരങ്ങൾ എന്നിവ പൂരിപ്പിച്ച് സ്ഥിരീകരണത്തിനായി ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. മൂന്നാം ഘട്ടത്തിൽ നോമിനിയുടെ പേര്, ജനനത്തീയതി, നോമിനിയുമായുള്ള ബന്ധം, വിലാസം തുടങ്ങിയ നിങ്ങളുടെ നോമിനി വിശദാംശങ്ങൾ നൽകണം. നോമിനിയുടെ വിലാസം നിങ്ങളുടേതിന് സമാനമാണെങ്കിൽ സെയിം ആസ് അസോസിയേറ്റ്. അഡ്രസ് സെലക്ട് ചെയ്ത് സേവ് ആൻഡ് നെക്സ്റ്റിൽ ക്ലിക്കു ചെയ്യുക. നാലാമത്തെ ഘട്ടത്തിൽ ബാങ്കിന്റെ പേര്, ബ്രാഞ്ച്, സ്റ്റേറ്റ്, ബ്രാഞ്ച് പേര്, ബാങ്ക് അക്കൗണ്ട് നമ്പർ, ബാങ്ക് അക്കൗണ്ട് പ്രൂഫ് ഡോക്യുമെന്റ്, പാൻ കാർഡ് നമ്പർ തുടങ്ങിയ നിങ്ങളുടെ ബാങ്ക് വിശദാംശങ്ങൾ പൂരിപ്പിക്കണം. ഇത് പൂർത്തിയാക്കിയ ശേഷം സേവ് ആൻഡ് നെക്സ്റ്റിൽ ക്ലിക്കു ചെയ്യുക. അവസാന ഘട്ടത്തിൽ ഒരു പാസ്വേഡ് സൃഷ്ടിച്ച് വീണ്ടും കൺഫേം പാസ്വേഡ് സ്ഥിരീകരിക്കുക. നിങ്ങളുടെ അസോസിയേറ്റ് ബയർ ID ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ഈ പാസ്വേഡാണ് ഉപയോഗിക്കേണ്ടത്. ഇനി നിങ്ങളുടെ കുടുംബാംഗങ്ങളിൽ ആരെങ്കിലും ഇതിനകം RCMൽ ചേർന്നിട്ടുണ്ടെങ്കിൽ യെസ് എന്ന കോളത്തിൽ ക്ലിക്ക് ചെയ്ത് അവരുടെ വിശദാംശങ്ങൾ നൽകുക. അല്ലെങ്കിൽ നോ ക്ലിക്ക് ചെയ്യുക. അവസാനമായി നിബന്ധനകളും വ്യവസ്ഥകളും ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് സേവ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സ്ക്രീനിൽ ഒരു റെഫറൻസ് നമ്പർ കാണും. ഈ വീഡിയോയിൽ പറയുന്നതുപോലെ ചെയ്താൽ വളരെ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും പുതിയ RCM KYC ഫോം ഫിൽ ചെയ്യാൻ സാധിക്കും. മൊബൈൽ ആപ്പിലും വെബ്സൈറ്റിലും ഈ പ്രക്രിയ ഒരുപോലെയാണ്. മൊബൈൽ ആപ്പ്, RCM വേൾഡ് വെബ്സൈറ്റ്, ഡിസ്പ്ലേ വാൾ എന്നിവയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം. RCM.